ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല, സമ്പൂർണ്ണ വിജയം നേടിയെന്ന് പറയേണ്ടി വരും. കാരണം ഇറാന്റെ പല ലക്ഷ്യങ്ങളും ഇതിലൂടെ നേടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാന്റെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മിഡിൽ ഈസ്റ്റിലെ പല അറബ് രാഷ്ട്രങ്ങളും അബ്രഹാം കരാറിലേക്ക് പോയപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടിയാണ് ഹിസ്ബുള്ളയും മറ്റുമൊക്കെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് കടന്നു വന്നത്. ഇറാന്റെ പ്രോക്സികളെല്ലാം അത്തരം ഒരു നീക്കം നടത്തിയത്. ആ ഒരു നീക്കവുമായി അറബ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് പോയാൽ അപകടകരമാണ്. അതുകൊണ്ട് അത് ഇല്ലാതാക്കണം. സൗദി അറേബ്യ ഒരിക്കലും അബ്രഹാം കരാറിലേക്ക് പോകാൻ പാടില്ല എന്നത് ഇറാൻ വാശിയായിരുന്നു. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഒരു പുതിയ നാറ്റോ മക്ക കരാർ എന്നറിയപ്പെടുന്ന ഒരു അറബ് നാറ്റോ സഖ്യമുണ്ട്. നമുക്കറിയാം, തുർക്കിയും അതുപോലെ സൗദി അറേബ്യയും പാകിസ്ഥാനും ചേരുന്നതാണ് ഈ സഖ്യം. ഈ സഖ്യത്തിന്റെ രൂപീകരണത്തിന് ശേഷം പാകിസ്ഥാൻ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ കോട്ട കൊത്തളങ്ങൾ വിറപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത്. മുസ്ലിം രാഷ്ട്രങ്ങൾ ഏകീകരിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ ഇറാനെതിരെയല്ല, നേരെ മറിച്ച് ഇസ്രായേൽ ഇറാനെയും അതുപോലെ ലെബനാനെയും ഫലസ്തീനെയും അതുപോലെ സിറിയയും ആക്രമിക്കുകയാണ്, അതിര് കടക്കുകയാണ്. അതുകൊണ്ട് അതിന് ചെറുത്ത് നിൽക്കുക എന്നത് അനിവാര്യമാണ്. ഇവിടെ ഒരിക്കലും മൗനം പാലിക്കുക എന്നത് ഒരു മുസ്ലിം രാഷ്ട്രത്തിന് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. പാകിസ്ഥാന് മൗനമില്ല, ഇതിൽ ഒരൊറ്റ നിലപാടേ ഉള്ളൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അതായത് ഈ സഖ്യത്തിന് പിന്നിൽ ഇറാന് ലക്ഷ്യം വെച്ചല്ല ഈ സഖ്യം, നേരെ മറിച്ച് നാളെ സൗദി അറേബ്യ അടക്കമുള്ള പല മുസ്ലിം കൺട്രികളെയും ലക്ഷ്യം വെച്ചാണ് ഇസ്രായേലിന്റെ മുന്നോട്ട് പോക്കെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ സഖ്യവുമായി ഈ രാഷ്ട്ര തലവന്മാർ നീങ്ങിയത് എന്ന കാര്യം വ്യക്തമാണ്. പാകിസ്ഥാൻ നേതാവിന്റെ ഈ പ്രസ്താവനയോടെ ആ കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം തുർക്കി പ്രസ്താവിച്ച പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ്. തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയാണ് ആ കാര്യം പറഞ്ഞത്. യമനിലെ ഹൂത്തികൾ ഞങ്ങളുടെ ശത്രുക്കളല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും ഹൂത്തികളും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള സഖ്യം വരുമ്പോൾ അത് സൗദിയെ സപ്പോർട്ട് ചെയ്യാനാണ് എന്ന് ധരിക്കരുത്. അത് ഇറാനെതിരെ അല്ലെങ്കിൽ ഹൂത്തികൾക്കെതിരെ സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്യുക എന്നതല്ല. സൗദിയും ഹൂത്തിയും തമ്മിലുള്ള യുദ്ധത്തിൽ കാര്യമായി ഞങ്ങൾ എടുക്കുന്നില്ല, അതിൽ ഈ ഒരു സഖ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് തുർക്കി പ്രസ്താവിച്ചു കഴിഞ്ഞു. അതിലൂടെ കാര്യങ്ങൾ വ്യക്തമാണ്. മാത്രമല്ല, പാകിസ്ഥാന്റെ നേതാവ് മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീൻ അതുപോലെ ലെബനാൻ, ഇറാൻ ഇത് ഇപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളാണ്. നാളെ മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യമാക്കും. അതുകൊണ്ട് ഒറ്റപ്പെടുന്നതിന് മുമ്പ് സഖ്യം രൂപീകരിക്കേണ്ടതുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു സഖ്യത്തിലേക്ക് ഈജിപ്ത് കൂടെ കടന്നു വരാൻ പോകുന്നു. എന്നാൽ അബ്രഹാം കരാറിലെ ഏർപ്പെട്ട ആളുകൾക്ക് ഇതിൽ കടന്നു വരാൻ കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്തായാലും അത്തരത്തിലുള്ളൊരു കരാറിലേക്ക് സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ കടന്നു വരാൻ പാടില്ല എന്ന് ഇറാന് വാശിയുണ്ടായിരുന്നു. ഇറാൻ ഹോർമുസ് കടലെടുക്ക് പിടിച്ചടക്കുന്നതിൽ അവർ വിജയിച്ചു. ഇന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഹോർമുസ് കടലെടുക്കിന്റെ അധികാരം ഇറാന് അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രത്തിനും ഹോർമുസ് കടലെടുക്കിലൂടെ മര്യാദക്ക് പോകാൻ കഴിയില്ല എന്നാണ്. അത് അമേരിക്കക്കാകാം, ബ്രിട്ടനാകാം, ലോകത്തെ ഏത് രാഷ്ട്രങ്ങളാണെങ്കിലും ഞങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമ്മതമില്ലാതെ കടന്നു പോകാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ഫീസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ നൽകിയേ മതിയാകൂ. അതാണ് പരമാധികാരം. അംഗീകരിക്കാത്ത ഏത് രാഷ്ട്രത്തിന്റെ കപ്പലുകളെയും ഞങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ കത്തിച്ചു കളയുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന് മുമ്പ് ഒരിക്കലും ഇറാന് ഉണ്ടായിരുന്നില്ലാത്ത ഒരു അധികാരമാണ് യുദ്ധത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിനോട് തന്നെ അമേരിക്കയിൽ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഹോർമുസ് കടലിടുക്ക് തുറന്നാൽ തന്നെ നമുക്ക് യുദ്ധം അവസാനിപ്പിച്ചു പോകാം. ആണവ കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ഇറാനുമായി ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇറാൻ മൂക്ക് കയറിട്ട് ട്രംപിനെ അവരുടെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ട്രംപ് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയെങ്കിൽ ഇപ്പോൾ ആണവായുധം വേണ്ട, റിയാക്ടർ വേണ്ട, മിസൈൽ സ്റ്റോറേജുകൾ വേണ്ട, ഇറാൻ ഒന്ന് യുദ്ധം അവസാനിപ്പിച്ച് ഈ ഒരു ഹോർമുസ് കടലിലേക്ക് തുറന്നാൽ മതി എന്നാണ്. പക്ഷെ ഇറാൻ അതുകൊണ്ട് നിർത്തുകയില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അമേരിക്ക ഇറാന് മേൽ ഏർപ്പെടുത്തിയ 40 കൊല്ലത്തെ സകല ഉപരോധങ്ങളും പിൻവലിച്ചിട്ട് ഈ ഹോർമുസ് കടലിലേക്ക് തുറക്കൂ എന്ന് പറയുമ്പോൾ കാലങ്ങളായി ഇറാന് മേൽ ഏർപ്പെടുത്തിയ എല്ലാ ഉപാധികളും എല്ലാ ഉപരോധങ്ങളും
ആയുധങ്ങളും പിൻവലിച്ചു പോയാൽ മാത്രമേ ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാകൂ, ഹോർമുസ് കടലിടുക്ക് തുറക്കൂ എന്ന് പറയുമ്പോൾ ഇറാൻ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ 100% വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് അമേരിക്കയെ എത്തിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യങ്ങളെല്ലാം ഇപ്പോൾ അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇസ്രയേലിന് വലിയ പദ്ധതി മിഡിൽ ഈസ്റ്റിലുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം പുതിയത് വരയ്ക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നു. അതിന്റെ പേരിലാണ് അബ്രഹാം കരാറുകൾ പല രാഷ്ട്രങ്ങളുമായി ഒപ്പിട്ടത്. പക്ഷേ അത് പൂർത്തീകരിച്ച ഒരു പുതിയ മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം വരയ്ക്കാൻ, ഗ്രാഫ് വരയ്ക്കാൻ ഇസ്രയേലിന് അവസരം കൊടുത്തില്ല ഇറാൻ. അത് അടിമുടി ഇല്ലാതാക്കി കളഞ്ഞു. ഇവിടെയാണ് ഇറാന്റെ ശക്തമായ വിജയം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും, ഇറാൻ അടക്കമുള്ള മറ്റു രാഷ്ട്രങ്ങളെല്ലാം ഏകീകരിച്ച് പ്രവർത്തിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാനും തുർക്കിയും അടിവരയിട്ട് സംസാരിക്കുന്നത്. ഈ സഖ്യം ഒരിക്കലും ഇറാനെതിരെയോ ഹൂത്തികൾക്കെതിരെ അല്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഇസ്രയേലിന്റെ മിഡിൽ ഈസ്റ്റിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് മൂക്കയിടാൻ മാത്രമാണ് ഈ ഒരു സഖ്യം രൂപീകരിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്.